ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ കേട്ടോ. ഇത് മീൻ തലക്കറിയുടെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട് മീൻ തലക്കറിയുടേത്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഈ മീൻ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങ് കടലിൽ കടന്ന് ഷാർജയിൽ നിന്നാണ് ഈ മീനിൻ്റെ വരവ്. അപ്പം ഇത് നാട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കിയത് അമ്മച്ചിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ മീൻ എങ്ങനെ ഷാർജയിൽ നിന്ന് നമ്മുടെ നാട് വരെ എത്തിച്ച ഫുൾ ഒരു കഥ പോലെ തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം ഷാർജ മാർക്കറ്റിലേക്ക് പോവുകയാണ് മീൻ മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നാട്ടിൽ പോകുമ്പോൾ ആ മീൻ പാക്ക് ചെയ്ത് അതൊക്കെ നിങ്ങളെ കാണിക്കാം ഞാൻ എങ്ങനെ പാക്ക് ചെയ്യുന്നതെന്നൊക്കെ. പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതാണ് ഷാർജ മാർക്കറ്റ്. രാവിലെ എത്തിയായിരുന്നു മാർക്കറ്റിൽ, അതുകൊണ്ട് ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പാർക്കിംഗ് തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എന്തായാലും രാവിലെ എത്തിയോണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെയൊക്കെ വെജിറ്റബിൾ മാർക്കറ്റാണ്, വെജിറ്റബിൾ സെക്ഷൻ. ഇവിടെയാണ് ഫിഷിൻ്റെത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം, എന്നിട്ട് എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കാം. മീനിൻ്റെ തല മേടിക്കാനാണ് പോകുന്നത്. സലേട്ട നിൽക്കുന്നു. ഇതൊക്കെ മീറ്റിൻ്റെ സെക്ഷനാണ്. സാധാരണ നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിലൊക്കെ വരുമ്പോൾ ഒരു മീനിൻ്റെയൊക്കെ ഒരു ഉളുമ്പ് മണമൊക്കെ അല്ലേ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നല്ല ഒരു പെർഫ്യൂം സ്മെല്ലെന്ന് തന്നെ പറയാം നമുക്ക്. നല്ല നീറ്റുമാണ്. ഓരോ മീനുകളും നല്ല ഫ്രഷായിട്ടുള്ള മീനുകളുമാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ തോന്നും, അത്ര നീറ്റായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ചില മീനുകളൊക്കെ നമ്മൾ കാണാത്ത ഒത്തിരി ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ പേരൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും, നാട്ടിൽ ഇതിന് ഈ പേരാ പറയുന്നതെന്നൊക്കെ പറഞ്ഞൊക്കെ തരും നമുക്ക്. ഇപ്പോൾ ഇതൊരു മലയാളിയായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ തലയുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇല്ലായിരുന്നു, മോതയുടെ. ഇതിപ്പം നമ്മൾ ഒരു തല കിട്ടി കേട്ടോ. ഇത് മോതയുടെ തലയാണ്. ഇതൊരു 6 കിലോ വരും. അപ്പോൾ അവർ ഫ്രഷായിട്ട് തന്നെ മുറിച്ച് എടുത്തതാണ്. കാരണം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകേണ്ടതാണ്, അതുകൊണ്ടാണ് ഫ്രഷായിട്ട് തന്നെ അപ്പം തന്നെ അവിടെ നിന്ന് മുറിച്ച് മേടിക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പുള്ളി അത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ബില്ല് അടിച്ച് തരും. എന്നിട്ട് നമ്മളൊരു വേറൊരു കൗണ്ടറിൽ ചെന്നിട്ടാണ് പേ ചെയ്യുന്നത്. പിന്നെ ഈ തലയ്ക്ക് ഇതില്ല കേട്ടോ, നമുക്ക് കട്ടിങ് ചാർജ് ഇല്ല, അത് ഫ്രീ ആണ്. നമ്മൾ മോതയുടെ തലയാണ് മേടിച്ചിരിക്കുന്നത്. അതാ ഓക്കെ, മോതയുടെ തല. അയ്യോ, വെച്ചോളൂ. ഇനി ഇത് കട്ട് ചെയ്യാൻ കൊടുക്കുവാണ്. ഭയങ്കര വെയിറ്റ്, 6 കിലോ ഉണ്ടല്ലേ. അപ്പോൾ ഇതിനി കട്ട് ചെയ്യാൻ ഇവിടെ കട്ടിങ് ഇവിടെ കൊടുക്കാൻ പോവാണ്. കട്ടിങ് തുടങ്ങാൻ പോവാണ്. അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അത്രയും നീറ്റാക്കിയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്ലൗസൊക്കെ ഇട്ട് മാസ്കൊക്കെ ഇട്ടിട്ട്. ഇതിപ്പം കിലോ ആയിട്ടാണ് അവർ റേറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇത് 1 കിലോയ്ക്ക് 10 ദിർഹം എന്തോ ആയിരുന്നു അവർ ചാർജ് ചെയ്തത്. അപ്പോൾ ഇതൊരു 6 കിലോളം ഉണ്ടായിരുന്നു ഈ തല. പക്ഷേ പിന്നെ കട്ട് ചെയ്ത് വരുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ പൂവെല്ലാം പോയി കഴിയുമ്പോൾ കുറയും കേട്ടോ. പിന്നെ ഒരു എല്ലാം വേസ്റ്റും എല്ലാം കളയുമ്പോൾ ഒരു 4 കിലോളം തന്നെ ആവും. അപ്പം ഇവർ നല്ല സ്പീഡിലാട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി വീഡിയോ ഓടിച്ച് വിടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ കട്ടിങ് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കാരണം ഒത്തിരി വീഡിയോ ഒത്തിരി വലുതാക്കണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സ്പീഡിലാക്കിയത്. അപ്പം നിങ്ങളിത് കണ്ടു നോക്കുക. ഇത് മുഴുവനും കാണാൻ ശ്രമിക്കണേ. കാരണം ഇതിൻ്റെ റെസിപ്പിയൊക്കെ വരുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നാട്ടിൽ ചെന്നിട്ട് അമ്മച്ചി ഇത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റെസിപ്പിയുടെ അത് വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, അത് പിന്നീട്. പക്ഷേ ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ അവർ നമ്മളോട് ചോദിച്ചായിരുന്നു വാഷ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വാഷ് ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവർ നല്ലപോലെ നമുക്ക് വാഷ് ചെയ്തൊക്കെ തന്നു. അത് കഴിഞ്ഞ് നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലൊരു കൂളർ ബോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം.
അപ്പം തെർമോക്കോളിൻ്റെ ആയിരുന്നു ആദ്യം നോക്കിയത്. അപ്പം പിന്നെ വിചാരിച്ച് ഇത് മേടിക്കാൻ, ഇത് നല്ലതാണ്. ഇത് 24 hours കൂളിംഗ് നിൽക്കും എന്നാണ് പറയുന്നത് ഇതിൽ. അപ്പം നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം എന്തായാലും ഒരു പരീക്ഷണമാണ്. സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ ഫിഷൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇതുപോലെ നല്ല പോലെ റാപ്പ് ചെയ്തൊക്കെ വെച്ച്, കാരണം എങ്ങാനും ലീക്ക് വല്ലതും ആവുകയാണെങ്കിൽ ഇതിലൊന്നും ആവല്ലോ. കാർട്ടണിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ അബുദാബിയിൽ നിന്നായിരുന്നു പോയത്. ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് ട്രാവൽ ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. പിന്നെ ഇപ്പോൾ ഇതാ നാട്ടിലെത്തിയതിൻ്റെയാണ്, ലാൻഡിങ് ആണിത്. അപ്പം ഞങ്ങൾ വെളുപ്പിനെ എത്തിയായിരുന്നു. രാത്രിയിൽ നിന്നാണ് അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് കയറിയത്. അപ്പോൾ വെളുപ്പാങ്കാലത്താണ് ഇവിടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത്. അങ്ങനെ നെടുമ്പാശ്ശേരി വന്ന് ലാൻഡ് ചെയ്യുന്നതിൻ്റെ സീനാണ്. വീട്ടിലെത്തി ആദ്യം ചെയ്ത പരിപാടി കാർട്ടൺ പൊട്ടിക്കലാണ്. എന്തായി എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു, എങ്ങാനും ലീക്കായോ എന്ന്. ചെറുതായിട്ടൊന്നും ഇതായിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ റാപ്പ് ചെയ്തുകൊണ്ട് അത്രയും പ്രശ്നം വന്നില്ല കേട്ടോ ഇതിൽ. ആ ചെറിയ ഐസ് കട്ടൊക്കെ ഉണ്ടല്ലോ. ഐസൊക്കെ അതേപോലെ ഉണ്ട്. പിന്നെ നമുക്ക് കുക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. തലക്കറി റെഡിയാക്കാം. ബാബാ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു 1/4 കിലോ ചെറിയ ഉള്ളി, 100 ഗ്രാം വെളുത്തുള്ളി, 150 ഗ്രാം ഇഞ്ചി. പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒരു പിടി ഇത്രയും കുരുമുളക് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാന്താരി മുളകാണ്, ഇതാ ഇത്രയും കാന്താരി മുളകാണ് നമുക്ക് ഒന്നുകൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. അപ്പം ആദ്യം ഒരു വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി മീൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടുക് പൊട്ടിക്കാം. അത് പൊട്ടുന്ന സമയത്ത് അമ്മച്ചിയായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചിയുടെ പേര് ശ്രീയല എന്നാണ്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മൾ 4 കിലോ മീനല്ലേ വെക്കാമോ നമ്മ തലക്കറി? അതിൻ്റെ കൂട്ടത്തെ ഇവിടെ കടുക് പൊട്ടുന്നേ ഉള്ളൂ. ഇവിടെ കപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കപ്പയും തലക്കറിയുമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കടുക് പൊട്ടിച്ചു. അതിലേക്ക് ഇനി ഉലുവായിരുന്നു, കുറച്ച് ഉലുവ. ഒരു ഇട്ടല്ലേ ഉലുവ. ഓക്കെ, ഇത് 4 കിലോ മീനായതുകൊണ്ടാണ് ഇത്ര ഉലുവ ഇട്ടിരിക്കുന്നത്. പിന്നെ സവോള ഇട്ടിട്ടാണ് ഞാൻ ഇഞ്ചി എടുത്തത്. സവോളയല്ലല്ലോ, ചെറുള്ളിയല്ലേ? ഉലുവ മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇടാൻ പോവാണ്. മീൻ കഷ്ണം പതുക്ക ആദ്യം ചെറിയ ഉള്ളി ഇടുക. ചെറിയുള്ളിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ പുളിയൊക്കെ റെഡിയാക്കുമായിരുന്നു. ഇതാണ് കുടംപുളി, ഇത്രയും എങ്കിലും ഇതാണ്. ഇത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കാന്താരിയും കുരുമുളകും കൂടെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചില്ലേ, അതാണ്. ഇനി ഇതിലേക്ക് അപ്പം നമുക്കിത് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നെ നമുക്ക് ബാക്കി പിന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഇത് മുളക് പൊടി മൂപ്പിക്കാനാണ്. മഞ്ഞപ്പൊടി ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടല്ലേ? ഇതിലൊരു മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂണല്ല, നമ്മുടെ ചെറിയ സ്പൂൺ, അതുകൊണ്ട്. അപ്പോൾ ഇത് എത്ര വരുന്നുണ്ട്? 2 ടേബിൾ സ്പൂൺ വെച്ചു. ഇത് 1 ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂൺ എത്ര കിലോ? അത്
1 2 3 4 ടേബിൾ സ്പൂൺ അല്ലേ? 4 പോരല്ലേ, 5 5 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഇല്ലാതെയാണ് കേട്ടോ ഈ മസാലകളൊക്കെ ഇപ്പോൾ ഇട്ടത്. ചൂടായിട്ടുള്ള എണ്ണയിലാണ് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് കത്തിക്കണ്ടേ അമ്മ? ഒന്ന് ചെറുതായിട്ട് കത്തിച്ച് വെക്കാം. ഇപ്പം നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു മൂത്ത മണം വരും, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം കരിയരുത്, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മുളക് പൊടി പിന്നെ നമുക്ക് ആ മീൻകറിയിൽ രുചി കുറയും. അതുകൊണ്ടാണ് കരിയാതെ തന്നെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് ആ ചൂടത്ത് തന്നെ നല്ലപോലെ ഇങ്ങനെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കുക കേട്ടോ മോളെ. പിന്നെ അമ്മച്ചി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച്, കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചത് കേട്ടോ. നേരത്തെ കാന്താരിയും കുരുമുളകും കൂടെ ഉള്ളതിൻ്റെ ആ മിക്സി കഴുകിയ വെള്ളമാണിത് ഇതിലേക്ക് ഒഴിച്ചതിപ്പം. ഇങ്ങനെ കുഴച്ചിടുക, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. കുറച്ചങ്ങനെ വെച്ച് ഇതാ നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റേ കാന്താരി മുളകും കുരുമുളകും എല്ലാം കൂടെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലായിരുന്നു മുളക് പൊടിയെല്ലാം, അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇരിക്കുന്ന മഗ്ഗിൻ്റെ വെള്ളം ചൂടാക്കി ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഗ്യാസ് കത്തിച്ച് വയ്ക്കുക. പുളിയും കൂടി ഇടുവാണേ മോളെ. ഇതിലിപ്പോൾ 2 കുടംപുളി മാറ്റിയല്ലേ നേരത്തെ. വെള്ളം ഒഴിക്കുന്നില്ല. നമ്മുടെ താരം റെഡിയായി അല്ലേ? കഴുകുക, കഴുകിയിട്ട് നല്ല നീറ്റാക്കിയിട്ട് ഇതാണ്. ഇതിപ്പം 4 കിലോളം ഉണ്ട്. 6 കിലോയുടെ തലയായിരുന്നു. പൂവ് ഇതെല്ലാം മാറ്റി ഇതിപ്പം എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒരു 4 കിലോയുടെ അടുത്തുണ്ട്. മസാലയൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞിട്ടല്ലേ. ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്ന രീതി. ഇത് ആ മസാലയെല്ലാം ഒന്ന് മീനിലൊക്കെ ഒന്ന് തിളക്കുന്ന രീതിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക്. നേരത്തെ തിളപ്പിക്കാൻ വെച്ചില്ലേ ചൂടുവെള്ളം, അപ്പോൾ അത് ഒഴിക്കുകയാണ്. ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഓക്കെ, ഇത്രയും മിച്ചം മാറ്റി വെച്ചു. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാ. ഇതാ നമ്മുടെ തലക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒരു മണിക്കൂർ അടച്ച് വയ്ക്കാം. അതിന് ശേഷം കണ്ടാ മീനെല്ലാം അടിപൊളിയായിട്ട് വറ്റി നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ തലക്കറിയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.